السلام عليكم ورحمة الله. كيف حالكم؟ شخباركم؟ عساكم طيبين. مرحبا بكم إلى دار العربية. ഒരുപാട് ആളുകൾ ഹൗസ് ഡ്രൈവേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ കമ്പനി ഡ്രൈവേഴ്സ് ആയിട്ടും ഒക്കെ ഇവിടെ പ്രവാസികളായിട്ടുണ്ട്. മാത്രമല്ല വണ്ടി ഓടിക്കുന്ന ധാരാളം ആളുകൾ വേറെയുമുണ്ട്, വേറെ എംപ്ലോയീസ് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വണ്ടിയുടെ ടയർ പഞ്ചറാവുക അല്ലെങ്കിൽ ടയർ പൊട്ടുക ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അറബിയിൽ പറയാം? നമ്മുടെ മുതിർന്നോട് ചിലപ്പോൾ പറയേണ്ടി വരും. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ വൈകി എത്തുന്ന സമയത്ത് ചിലപ്പോൾ ടയർ പൊട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടയർ പഞ്ചറായിട്ടുണ്ടാവും. അപ്പോൾ മുതിർന്നോട് എങ്ങനെയാണ് നമുക്കിത് ടയർ പഞ്ചറായി അല്ലെങ്കിൽ ടയർ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആവുന്നൊക്കെ എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ ടയർ പഞ്ചറായി എന്ന് ഉള്ളതിന് അവർ ആ പഞ്ചർ എന്നുള്ളൊരു വാക്ക് തന്നെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിനെ ഒന്ന് അറബി വൽക്കരിക്കും എന്നേ ഉള്ളൂ. അതിന് പറയുക ബൻഷർ എന്നാണ്. ബൻഷർ ബൻഷർ അൽ ഖഫർ എന്ന് പറഞ്ഞാൽ ടയർ പഞ്ചറായി എന്നർത്ഥം. ഖഫർ എന്നുള്ളതിനാണ് ടയർ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്, ഖഫർ. ഓക്കെ, അപ്പോൾ ബൻഷർ അൽ ഖഫർ എന്ന് പറഞ്ഞാൽ ടയർ പഞ്ചറായി എന്നർത്ഥം. ശരിക്ക് ഫുസൈൽ, അത് ലിറ്ററൽ അറബിയിൽ അൽ ഇത്വാർ എന്നാണ് എന്ന് പറയാം. ടയർ എന്നുള്ളതിന് പറയാം അൽ ഇത്വാർ. പക്ഷേ ഒരു സ്പോക്കണിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഖഫർ എന്ന് വാക്കാണ്. ഈ ഖഫർ എന്നുള്ള വാക്ക് ഡ്രൈവേഴ്സിനൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൻഷർ അൽ ഖഫർ എന്ന് പറഞ്ഞാൽ ടയർ പഞ്ചറായി എന്നാണ്. ടയർ പഞ്ചറായി. ഇനി ടയർ പൊട്ടിപ്പോകും അല്ലെ? ടയർ പൊട്ടിപ്പോകും. ആ ടയർ പൊട്ടിപ്പോകുന്നതിന് എന്താണ് പറയുക? രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ. പിന്നെ കസർ അൽ ഖഫർ എന്നൊക്കെയാണ് പലരും ഉപയോഗിച്ച് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. ശരി, കസറ എന്നുള്ളൊരു വാക്കുണ്ട്. കസറ എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടിച്ചു എന്നാണ്. അല്ലെങ്കിൽ ഇൻകസറ എന്ന് പറയാം. ഇൻകസറ എന്ന് പറഞ്ഞാലും അത് പൊട്ടി എന്നാണ്. പക്ഷേ അത് ഗ്ലാസ് പൊട്ടുന്നതിനൊക്കെയാണ്, അല്ലെങ്കിൽ പൊട്ടുന്നത് ഗ്ലാസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ പൊട്ടുന്നതിനാണ് ഇൻകസറ അല്ലെങ്കിൽ കസറ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ടയർ പൊട്ടി എന്നുള്ളതിന് വേറൊരു വാക്കാണ് ഉപയോഗിക്കുക. അതായത് ഇൻഫജറ എന്നാണ് ഉപയോഗിക്കുക. ഇൻഫജറ, ഇൻഫജർ അൽ ഖഫർ എന്ന് പറഞ്ഞത് ഇൻഫജർ അൽ ഖഫർ. ഓക്കെ, ഇൻഫജറ അൽ ഖഫർ എന്ന് പറഞ്ഞാൽ ടയർ പൊട്ടി എന്നാണ്. ടയർ പൊട്ടി. മറ്റൊരു വാക്ക് കൂടി അവർ ഉപയോഗിക്കുന്നതായി പറഞ്ഞു, ഇൻഫഗ എന്നാണ്. ഇൻഫഗ എന്ന് പറഞ്ഞാലും പൊട്ടി. ഈ ബലൂണൊക്കെ പൊട്ടുന്നതിന് ഇൻഫഗ എന്ന് അവർ പറയലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ടയർ പൊട്ടി എന്നുള്ളതിന് ആ വാക്ക് ഉപയോഗിക്കലുണ്ട്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ എന്ത് ഇൻഫജർ അൽ ഖഫർ എന്ന് പറഞ്ഞത് ടയർ പൊട്ടിപ്പോയതിന് എന്താണ് ഇൻഫജർ അൽ ഖഫർ. അപ്പൊ ഇനി കസറ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഉപയോഗിക്കേണ്ട. അതിന്റെ യഥാർത്ഥ വാക്കതാണ് ഇൻഫജർ അൽ ഖഫർ. അപ്പൊ ടയർ പൊട്ടി എന്നതിന് മുതിർന്നോട് ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. മഅസ്സലാമ.